ഹലോ എവരി വൺ. എൻ ടി പി സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. എങ്ങനെയാണ് ഒരു എക്സാമിന് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഹാർഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോ സബ്ജക്റ്റുകൾ ഇപ്പം നമുക്ക് മാത്സ് ഉണ്ട് എൻ ടി പി സി എക്സാമിന്, റീസണിങ് ഉണ്ട്, അതുപോലെ ജനറൽ നോളജ് ഉണ്ട് അല്ലെ, ജി കെ ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റും എങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അതിൽ മാത്സിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ ടി പി സിക്ക് മാത്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ റീസണിങ്, ജി കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾ ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാത്സ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അതിനു മുമ്പ് ഒരു പോസിറ്റീവ് കോട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബിലീവിങ് ഇൻ യുവർ സെൽഫ് ഈസ് ദ ഫസ്റ്റ് സീക്രട്ട് ടു സക്സസ്. ആദ്യം നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം അല്ലേ, നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ല ഇത് എക്സാം കിട്ടുമോ, മാത്സ് ഞാൻ ടഫാണ്, മാത്സ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ, എക്സാം ഹാളിലെ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുമോ, ജി കെയുടെ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുമോ, ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതേ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മൾ എന്തായാലും റെഡിയാണ് എൻ ടി പി സി എന്ന് പറഞ്ഞ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ മൈൻഡ് കൊണ്ട് നമ്മൾ സെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ആ എക്സാം കിട്ടി, നിങ്ങൾ ഈ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടി. ഫസ്റ്റ് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഒരു പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ കാണുക, അതുപോലെ തന്നെ ഒന്നും ടഫായിട്ട് ഫീൽ ചെയ്യാതെ എല്ലാം പഠിച്ചെടുക്കുക കേട്ടോ. ഒരു കാര്യവും നമുക്ക് ടഫല്ല, എല്ലാം പഠിച്ചു വരുമ്പോൾ എല്ലാം ഈസിയാണ്. ഈ പറയുന്ന മാത്സ് ആണെങ്കിൽ ഓരോ ചാപ്റ്റർ വൈസ് പഠിച്ചു വരുമ്പോൾ ഓരോ ചാപ്റ്ററും ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബിലീവ് ഇൻ യുവർ സെൽഫ്. കാരണം അത് തന്നെയാണ് സക്സസിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട്, ഏറ്റവും നല്ല സീക്രട്ട്. ഓക്കെ, അപ്പോൾ അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ബാക്കി ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പതിയെ വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ സക്സസിൻ്റെ ഫസ്റ്റ് സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. നമ്മുടെ എക്സാം വരെയും എക്സാം റിസൾട്ട് വരുന്നത് വരെയും നിങ്ങൾ റിസൾട്ട് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, എക്സാം എഴുതുക. അപ്പം നമുക്കിനി RRB എൻ ടി പി സിയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ടിപ്സും മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം നോക്കാം. നമുക്ക് എൻ ടി പി സിക്ക് 2 tier ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് രണ്ടും. അതിൽ 30 questions ആണ് നമുക്ക് CBT 1-ന് ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൻ്റെ ഫസ്റ്റ് എക്സാമിന് 30 question ആണ് മാത്സ് എന്ന് ചോദിക്കുന്നത്. ആ 30-ൽ ഒരു 29, 28 ഉറപ്പായിട്ടും സ്കോർ ചെയ്യുക. 30 തന്നെ എയിം ചെയ്യുക. എല്ലാവർക്കും ഈസി ആയിട്ട് 28, 29 സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആ ഒരു ഫോർമാറ്റിലായിരിക്കും. നമ്മൾ 30 എയിം ചെയ്ത് തന്നെ എപ്പോഴും പഠിക്കണം. അപ്പോൾ ഒരു 29, 28-ൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 30 questions ആണ് ചോദിക്കുന്നത് CBT 1-ൽ. എന്നാൽ CBT 2 വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറിൽ വ്യത്യാസമുണ്ട്. 35 questions ഉണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്പർ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് ഉണ്ട്, ഫ്രാക്ഷൻസും ഡെസിമൽസും ഉണ്ട് കേട്ടോ. ഫ്രാക്ഷൻസും ഡെസിമൽസും ഉണ്ട്. പിന്നെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ് ഉണ്ട്, മെൻസുറേഷൻ ഉണ്ട്. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആണ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ദെൻ മെൻസുറേഷൻ ഉണ്ട്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഉണ്ട്, മെൻസുറേഷൻ ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ജോമെട്രി, ട്രിഗ്നോമെട്രി, അങ്ങനെയുള്ള ടോപ്പിക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് LCM ആൻഡ് HCF ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, ടൈം ആൻഡ് വർക്ക് ഉണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, എലമെൻ്ററി ഓൾജിബ്ര ഉണ്ട്. അതായത് ഓൾജിബ്ര ഐഡൻറ്റിറ്റീസ് നമ്മുടെ SSC ലെവലിൽ പഠിക്കേണ്ട. ഓക്കെ, ഒരു എലമെൻ്ററി ലെവലിൽ ഓൾജിബ്ര, അത് തന്നെ സിംപ്ലിഫിക്കേഷൻ ആണെന്ന് ചോദിക്കും. A+B² എന്താണെന്ന് നമ്പേഴ്സ് ഇട്ട് ചോദിക്കും. സിംപ്ലിഫിക്കേഷൻ മോഡലിൽ ചോദിക്കും. അതുപോലെ എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, മീൻ എന്താണ്, മോഡ് എന്താണ്, മീഡിയൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ. അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇത്രയാണ് നമ്മുടെ മാത്സിൻ്റെ സിലബസ് വരുന്നത്. ഈ മാത്സിൻ്റെ സിലബസ് ഓക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഏതെല്ലാം റിസോഴ്സസിൽ നിന്ന് മാത്സിൻ്റെ സിലബസ് കിട്ടും. അതൊന്നുമല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടോപ്പിക്സ് ഏത് ഓർഡറിൽ പഠിക്കണം, മനസ്സിലായോ? ഏത് ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു ഓർഡറും ഇല്ലാതെ ചുമ്മാ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കോൺഫിഡൻസ് ലെവൽ, ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ് നിങ്ങൾ പഠിക്കാൻ എടുക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ അതിൽ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും മാത്സ് ടഫാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഓർഡർ ഉണ്ട്. നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ പഠിച്ചിട്ടല്ലേ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാം. കാരണം എന്താ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ അഡീഷൻ വേണം. അപ്പോൾ അഡീഷൻ പഠിക്കാതെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താണ്?
മനസ്സിലായോ? ആ ഒരു അവസ്ഥ വരും നമ്മൾ മാത്സ് പ്രിപ്പയർ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഓർഡറിലല്ലെങ്കിൽ. അപ്പോൾ ആ ഓർഡർ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് SSCയുടെ ആയാലും റെയിൽവേയുടെ ആയാലും ഒക്കെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സസ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന നമ്പേഴ്സിൽ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുക കേട്ടോ, നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്യാം. അതിന് മുന്നേ ഏതൊക്കെ ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കണം. നമ്മുടെ സ്മാർട്ട് വർക്കിൻ്റെ ഒരു പാർട്ടാണത്. അതായത് നമ്മൾ ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങളുടെ ഒരു ഒത്തിരി സമയം നിങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അതൊന്നും ഒരു മാർക്കാണ് കിട്ടുന്നത്. അതേസമയം ആ ടൈം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഉള്ള ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിനല്ലേ പ്രിഫറൻസ് കൊടുക്കണ്ടേ. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു അനാലിസിസ് ഞാൻ പറയുന്നുണ്ട് ഇവിടെ. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് 2 ക്വസ്റ്റ്യനാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചത്. അതുപോലെ മെൻസുറേഷൻ എന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് മനസ്സിലായല്ലോ. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രിഗ്നോമെട്രി ബേസ്ഡ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. മനസ്സിലായോ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ലെവലായിരുന്നു ആ ക്വസ്റ്റ്യൻ നോക്കി. 3 ക്വസ്റ്റ്യൻ ചോദിച്ച റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഈസി ലെവലായിരുന്നു. ആ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ച ഒരാൾക്ക് ഈസി ലെവലിലുള്ള ഈ 3 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കി, ഈസി ലെവലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. പ്രോഫിറ്റും ലോസും ഡിസ്കൗണ്ട് എന്നും, പ്രോഫിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ലോസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡിസ്കൗണ്ട് ക്വസ്റ്റ്യൻ സ്ഥിരം ഇത് പാറ്റേണാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് 2 ക്വസ്റ്റ്യൻ കാണും, ഡിസ്കൗണ്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണും. അങ്ങനെ 3 ക്വസ്റ്റ്യൻ സ്ഥിരമാണ്. അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ടാത്ത, പ്രിപ്പയർ ചെയ്യേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. കാരണം അതൊരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ചാപ്റ്റർ വരുന്നത് നമ്പർ സിസ്റ്റം, ജോമെട്രി. നമുക്ക് ജോമെട്രിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ജോമെട്രിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു. അതുപോലെ തന്നെ നമ്പർ സിസ്റ്റത്തിൽ നോക്കി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ നമ്പർ സിസ്റ്റം. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ നമ്പർ സിസ്റ്റം. കൂടുതൽ ക്വസ്റ്റ്യൻസും ഈസി ലെവലായിരിക്കും. നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു SSC ലെവൽ ക്വസ്റ്റ്യൻസിലോട്ടൊന്നും പോകണ്ട. നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് NTPCക്ക് ചോദിച്ചത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ അറിയാം, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചേക്കുന്നത്. 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സിംപ്ലിഫിക്കേഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ. ഇത് തന്നെ നല്ല സ്കോർ ചെയ്യുന്ന ഏരിയാസ് ആണ്. സിംപ്ലിഫിക്കേഷനും പഠിക്കുക, നമ്പർ സിസ്റ്റവും പഠിക്കുക. ദെൻ ടൈം ആൻഡ് വർക്ക് എന്ന് 2 ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് 1 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നമ്മുടെ ഓരോരോ ചാപ്റ്ററുകളായിട്ട് പറയുമ്പം ഇങ്ങനെയാണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ. ഓരോരോ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് ഇങ്ങനെ. അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് 2 ക്വസ്റ്റ്യൻ, ആവറേജ് എന്ന് 1 ക്വസ്റ്റ്യൻ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് 3 ക്വസ്റ്റ്യൻ. അങ്ങനെ 30 ക്വസ്റ്റ്യനാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിംപ്ലിഫിക്കേഷനിൽ തന്നെ തുടങ്ങിക്കോ. ഏറ്റവും ബെസ്റ്റ് പഠിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സിംപ്ലിഫിക്കേഷനിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. 3 ക്വസ്റ്റ്യനും കിട്ടും. 3 ക്വസ്റ്റ്യനും കിട്ടും. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി അല്ലേ. സിംപ്ലിഫിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സിംപ്ലിഫിക്കേഷൻ തന്നെ തുടങ്ങിക്കോ. അതായത് ബോർഡ് മാസ്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബോർഡ് മാസ് പഠിക്കണം. അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യേണ്ട ഓർഡർ പറയുന്നതാണ് ബോർഡ് മാസ്. ബോർഡ് മാസിൽ നിന്നാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് എപ്പോഴും ചോദിക്കുന്നത്. അതിൽ ഫ്രാക്ഷൻസോ ഡെസിമൽസോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ, അഡിഷൻ പഠിക്കുക, സബ്ട്രാക്ഷൻ പഠിക്കുക, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുക, ഡിവിഷൻ പഠിക്കുക. ഏതിൻ്റെയൊക്കെ? ഫ്രാക്ഷൻസിൻ്റെയും ഡെസിമൽസിൻ്റെയും. എന്നിട്ട് ബോർഡ് മാസ് എന്താണെന്ന് പഠിക്കുക, സിംപ്ലിഫിക്കേഷൻ പഠിക്കുക. 3 മാർക്ക് ഉറപ്പിക്കാം. അങ്ങനെ മാത്സിൻ്റെ ഓരോ മാർക്കും ഉറപ്പിച്ച് 30 മാർക്ക് കംപ്ലീറ്റ് ആക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1 ഡേ ഒരു 3 അവർ പ്രിപ്പയർ ചെയ്താൽ മതി. സിംപ്ലിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. 3 മണിക്കൂർ കൊണ്ട് 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഒരു 1 അവർ ബോർഡ് മാസ് എന്താണ്, ഫ്രാക്ഷൻസിൻ്റെ അഡിഷൻ എന്താണ്, സബ്ട്രാക്ഷൻ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, ഡെസിമൽസിൻ്റെ അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി 2 അവർ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. 3 മണിക്കൂർ മതിയാവും നമുക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ. അടുത്ത നിങ്ങൾ പോകേണ്ട ഡേ 2 മാത്സിൻ്റെ ഡേ 2 സെക്കൻഡ് ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഡേയിൽ നേരെ നമ്പർ സിസ്റ്റം പോയിക്കോ. എന്തിനാണ് നമ്പർ സിസ്റ്റം പോണേ? 4 ക്വസ്റ്റ്യൻ കിട്ടുന്നതല്ലേ. 4 ക്വസ്റ്റ്യൻ കിട്ടുന്നതല്ലേ, നമ്പർ സിസ്റ്റം പോയിക്കോ. നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക് ഇക്വേഷൻ, സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് n ഓഡ് നമ്പേഴ്സ്, സം ഓഫ് n ഈവൻ നമ്പേഴ്സ്, അതുപോലുള്ള ക്വസ്റ്റ്യൻസ്. കുറച്ച് സ്ക്വയേഴ്സ്, കുറച്ച് ക്യൂബ്സ്, കുറച്ച് സ്ക്വയർ റൂട്ട്, കുറച്ച് ക്യൂബ് റൂട്ട്, അതെല്ലാം പഠിച്ച് ഇതൊരു നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 2 or 3 ഡേയ്സിൽ കുറച്ച് ഗ്യാപ്പിട്ട് വേണമെങ്കിൽ പഠിക്കാം. ഒരു 3 ദിവസം, ഓരോ ദിവസം 3 മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റം സെറ്റായി.
മനസ്സിലായോ? എന്നിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വീണ്ടും റിവൈസ് ചെയ്യണം. കാരണം കുറേ നാൾ മുന്നേ പഠിച്ചു തീർത്ത് മാറ്റി വെക്കുകയല്ല ചെയ്യേണ്ടത്, റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ നമ്മുടെ മോക്ക് ടെസ്റ്റുകളോ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓർഡർ മനസ്സിലായില്ല, സിംപ്ലിഫിക്കേഷൻ പഠിക്കുക, ദെൻ നമ്പർ സിസ്റ്റം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. 3 മാർക്കിൻ്റെ അടുത്ത ഷോർട്ട് ചാപ്റ്ററാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. എന്തുകൊണ്ട് ഈ ചാപ്റ്റർ ആദ്യമേ പഠിക്കണമെന്ന് പറഞ്ഞാൽ പല ചാപ്റ്ററുകളുടെയും ഷോർട്ട് കട്ട് മെത്തേഡ് റേഷ്യോ അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് 3 ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, ആ 3 ക്വസ്റ്റ്യൻസിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. അതുകൊണ്ട് ആദ്യം റേഷ്യോ നന്നായിട്ട് പഠിക്കുക. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കോയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. എല്ലാം ഈസിയാണ്. ഒരു കുഞ്ഞ് കൺസെപ്റ്റ്, ചെയിൻ റൂൾ പഠിക്കുക, റേഷ്യോസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുകയും അങ്ങനെ കുറച്ച് കൺസെപ്റ്റ് അറിയാമെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട് കേട്ടോ. കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട് റേഷ്യോയിൽ. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് റേഷ്യോയിൽ. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ലോജിക്കും കോൺസെപ്റ്റും ഒക്കെ സെയിം ആണ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ദെൻ പെർസെൻറ്റേജ് പഠിക്കണം. പെർസെൻറ്റേജ് പഠിച്ചാലുള്ള വേറൊരു യൂസ്, ഈ ചാപ്റ്ററുകൾ പഠിക്കുന്നതിൻ്റെ യൂസും കൂടെ മനസ്സിലാക്കുക കേട്ടോ. പെർസെൻറ്റേജ് ഇപ്പോൾ 10% എന്ന് കാണുമ്പോൾ ഉടനെ 10ൽ 1 എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതാൻ പറ്റുന്ന ആൾക്ക് പ്രോഫിറ്റ് 10% കാണുമ്പോൾ അറിയാൻ പറ്റും 10 രൂപയ്ക്ക് 1 രൂപ ലാഭം എന്ന് മനസ്സിലാവും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പെർസെൻറ്റേജ് പഠിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസം വരില്ല. അതുപോലെ പെർസെൻറ്റേജ് പഠിച്ചിട്ടാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുന്നതെങ്കിൽ അവിടെയുണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ടേം. പെർസെൻറ്റേജിൽ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ പെർസെൻറ്റേജിൻ്റെ ചാപ്റ്റർ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെ വേണം, നമ്മുടെ ബേസിക് ചാപ്റ്ററുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. മനസ്സിലായി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡിഷൻ പഠിക്കാത്ത ഒരാൾക്ക് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ പറ്റില്ല. കാരണം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 2 ടേംസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചില ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മാത്രമേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്രോഫിറ്റ്, പെർസെൻറ്റേജും റേഷ്യോയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചോ, ഒരു പ്രശ്നമില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ചോ, ഒരു പ്രശ്നമില്ല. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, പിന്നെ അതുപോലെ ആവറേജ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണെങ്കിലും കുറച്ച് സമയം അതിന് സ്പെൻഡ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കിട്ടും ഈസി ആയിട്ട്. ഒരു 3 മണിക്കൂർ ആവറേജ് പഠിച്ചാൽ മതി, ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കോളും. അങ്ങനെ നിങ്ങൾ ഓരോ ടോപ്പിക്കിനും ഓരോ ടൈം ഡിവൈഡ് ചെയ്ത് വേണം പഠിക്കാൻ. പിന്നെ ഓർഡറും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഓർഡർ ശ്രദ്ധിക്കുക. സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം എഴുതിയെടുത്തോ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് പെർസെൻറ്റേജ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പിന്നെ നമ്മുടെ ആവറേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ DI പിന്നെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ഈ ചാപ്റ്ററുകൾ വെച്ച് ചെയ്യുന്ന ആവറേജിൻ്റെയോ പെർസെൻറ്റേജിൻ്റെയോ DI ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതെല്ലാം പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ടോപ്പിക്സ് ഇത്ര മണിക്കൂർ വെച്ച് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ സിലബസ് അങ്ങ് പഠിച്ച് തീരുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം മാത്സ് ആണ്. സ്പീഡ് ആൻഡ് ആക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എത്രമാത്രം അറിയാമെന്നുള്ളതല്ല, നമ്മൾ എത്ര ടൈമിനുള്ളിൽ എത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സ്പീഡ് ആൻഡ് ആക്യുറസി വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനെന്താ വഴിയെന്ന് വെച്ചാൽ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ്, മാത്സിനകത്തുള്ള സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സ്പീഡ് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഓരോ ചാപ്റ്ററും ആദ്യം ചാപ്റ്റർ വൈസ് തന്നെ പഠിക്കണം. അല്ലാതെ ആദ്യമേ കയറി ഷോർട്ട് ട്രിക്ക് പഠിക്കുകയല്ല വേണ്ട. ചാപ്റ്റർ വൈസ് തന്നെ ആദ്യം പഠിക്കണം. ഓരോ ചാപ്റ്ററിനും അതിൻ്റേതായ ടൈം കൊടുത്ത് അതിൻ്റെ കോൺസെപ്റ്റ് പഠിച്ച് അതിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒരു മിനിമം ഒരു 50 to 60 ക്വസ്റ്റ്യൻസ് മിനിമം പഠിക്കണം. എന്നിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഒരു ചാപ്റ്ററിൽ നിന്ന് വീണ്ടും ഒരു 50 ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് സെക്ഷൻ ചാപ്റ്റർ വൈസ് പഠിക്കുക, ദെൻ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. പ്രീവിയസ് ഇയർ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ NTPCയിൽ തന്നെ ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2, ഷിഫ്റ്റ് 3 എന്ന് പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് കഴിഞ്ഞ വർഷത്തെ തന്നെ. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചാപ്റ്ററിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇത്രയും കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അത്യാവശ്യം നല്ല നിലവാരത്തിലെത്തും. നേരെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടാണ് നിങ്ങളുടെ സ്പീഡ് കൂടുന്നത്. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്, ഇപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സ്പീഡ് കിട്ടും, എങ്കിലും മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴാണ് സ്പീഡ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ദിവസം മോക്ക് ടെസ്റ്റ് എഴുതാതെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടൈം ഡിഫറൻസ്, സമയം കിട്ടാണ്ട് വരിക, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് എഴുതുക കേട്ടോ. ഡെയിലി മാത്സിനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, എന്നാലേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്. ചാപ്റ്റർ വൈസ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഈ ഒരു ഫോളോയിൽ ഇങ്ങനൊന്ന് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ വരുന്ന NTPC എക്സാം നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്കോടുകൂടി തന്നെ മാത്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ NTPCയുടെ സെക്ഷൻസ്, മാത്സിൻ്റെ സെക്ഷൻസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഷോർട്ട് കട്ട് മെത്തേഡ്സ്, ഓരോ ചാപ്റ്ററിൻ്റെയും ട്രിക്കി മെത്തേഡ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് പഠിക്കുക, നമ്മുടെ കൂടെ തന്നെ പഠിച്ചു പോകാം കേട്ടോ. താങ്ക്